ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോഴേ ഞാൻ ഇപ്പം 50 നോയമ്പല്ലേ, അപ്പോൾ അതിനൊരു ഡിഷുമായിട്ട് വന്നാണ്. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ കറിവേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ ആദ്യം ആഡ് ചെയ്യുക കേട്ടോ. ആഡ് ചെയ്തിട്ട് ഒന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർക്കാതെ അത്യാവശ്യം വേണ്ട സാധനം ഇതാണ്. ഇത് എരിവുള്ള മുളകും ഉണ്ട്, എരിവില്ലാത്തത് കൊണ്ട് കേട്ടോ. സാധാ മുളകും പിരിയമുളകും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം. അത് അത്യാവശ്യം ഒന്ന് വരുമ്പോഴത്തേക്കും അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് വാളംപുളിയാണ്. വാളംപുളി ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ മുഴുപ്പിനോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർക്കാത്തത് അതിനകത്ത് വാളംപുളിക്കകത്ത് നല്ല ഉപ്പുണ്ട്, കാരണം ഇത് ഞാൻ ഉണക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാളംപുളി നല്ലപോലെ ഉപ്പ് തിരുമ്മിച്ചാൽ നല്ല കേടാവുമല്ലോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കേടാവുകയും പുളി കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് ഞാൻ വാളംപുളി ചേർത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് നമുക്ക് ഇത് പൊടിക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എൻ്റെ മിക്സിയുടെ ഒരു 1.5 ലിറ്ററിൻ്റെ ജാറിനകത്ത് കൊള്ളത്തില്ലാത്തൊരവസ്ഥ വന്നു കേട്ടോ. എന്തായാലും ഞാൻ അതിനകത്ത് തന്നെ ഒരു തരത്തിൽ തിക്കി പൊള്ളിച്ച് അരച്ചെടുത്തു. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഒത്തിരി കാലം കേടാവാതിരിക്കും കേട്ടോ. അരച്ചെടുത്ത് കാണിക്കാം കേട്ടോ. ഒത്തിരി കാലത്തേക്ക് ശരിക്കും ഇത് നല്ലെണ്ണയിലുണ്ടാക്കിയുണ്ടല്ലോ, വെളിച്ചെണ്ണയിലിരിക്കുന്നതിലും കാലം ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.